As we sing this song, Holy Spirit, take complete control, Lord. Comforter and counselor. Take complete control. One more time, you are the living water. Jesus. Let's sing together one more time. You're the living water, never drying fountain. Comforter, comforter and counselor. Take complete control. റൂഹ എബ്രായ പദം സ്പിരിറ്റ്. Hallelujah. Yes. Oh yes. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ പരിശുദ്ധാത്മാവേ. എത്രത്തോളം ശബ്ദം ഉയർത്തി പറയാമോ? ശബ്ദം ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആലോചനയിൽ ആലോചനയിൽ Behold, the Lion of the tribe of Judah, the root of David, has prevailed to open the scroll and to loose its 7 seals. You are worthy to take the scroll and to open its seals, for you were slain and have redeemed us to God by your blood, out of every tribe and tongue and people and nation, and have made us kings and priests to our God, and we shall reign on the earth. You are worthy, O Lord, to receive glory and honor and power, for you created all things, and by your will they exist and were created. You are worthy, O Lord. You are worthy, O Lord. You are worthy, O Lord. പെറ്റമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധനായ കർത്താവ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ ഉറക്കെ ഉറക്കെ. യെസ്, നമുക്കറിയാൻ വയ്യാത്ത പാട്ടുകളാണെങ്കിലും കുഴപ്പമില്ല. രണ്ട് കരങ്ങളും ഉയർത്തി ഈ ആരാധന നയിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കെ പരിശുദ്ധാത്മാവേ, ജീവജല നദിയെ,
ബൈബിൾ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് ജീവജല നദികൾ ഒഴുകും. Yes, rivers of living water shall flow from those who believe in Jesus. കഴിയുമെങ്കിൽ ആ വയറിൽ കരം വെച്ചുകൊണ്ട് പറ, പരിശുദ്ധനായ പരിശുദ്ധാത്മാവേ, ജീവജല നദികളായി എന്നിൽ നിന്ന് ഒഴുകണമേ, ജീവജല നദികളായി എന്നിൽ നിന്ന് ഒഴുകണമേ, ജീവജല നദികളായി എന്നിൽ നിന്ന് ഒഴുകണമേ. Jesus, you being the first fruit, ആദ്യ ഫലമായ യേശുവേ, ആദ്യ ഫലമായ യേശുവേ. Passover was a celebration of first fruits. ആദ്യ ഫലത്തിന്റെ പെരുന്നാളുകളാണ്, ആഘോഷങ്ങളായിരുന്നു, ആരാധനയായിരുന്നു, യാഗമായിരുന്നു പെസഹ. ഇസ്രായേൽ മക്കൾ അവർക്ക് ദൈവം കൊടുത്ത വിളവുകളിൽ ബാർലിയുടെയും യവത്തിന്റെയും കൊയ്ത്തിന്റെ സമയത്ത്, ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ സ്പ്രിംഗ് സീസണില് ബദാം പൂക്കുന്ന സമയത്ത്, ബാർലിയും യവവും കൊയ്യുന്ന സമയത്ത്, മറ്റു പല വിളകളും കൊയ്ത്തിനു വേണ്ടി തയ്യാറാകുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ യഹൂദന് കൊടുത്ത, ഇസ്രായേലിന് കൊടുത്ത നിബന്ധനയായിരുന്നു, കൊയ്ത്തിനു മുൻപായി അവരുടെ വിളവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭാഗം ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കണം. ഒരു ഇസ്രായേലിൻ കണ്ടത്തിലേക്ക് പോയിട്ട് 2 കരവും വിരിച്ച് അവന്റെ വിളവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗത്തേക്ക് 2 കരവും വിരിച്ച് ആ കരത്തിനകത്ത് പിടിച്ചെടുക്കാവുന്ന മുഴുവൻ അവൻ കയ്യിലേക്ക് എടുത്ത്, വേറെ 2 പേരുടെ സഹായത്തോടെ മുഴുവൻ അറുത്തെടുത്ത് കെട്ടായി ചുമന്ന് തലയിൽ വെച്ച് പുരോഹിതന്റെ അടുത്ത് കൊണ്ടുപോകും. ജീസസ്, ദൈവത്തിന് നമ്മുടെ വിളകൾ വേണ്ടിയിട്ടല്ല, ഇതൊരു തിരിച്ചറിവാണ്. എന്റെ നന്മയുടെ, എന്റെ ആയുസ്സിന്റെ, എന്റെ ആരോഗ്യത്തിന്റെ, എന്റെ ആത്മീയ ഭൗതിക നന്മകളുടെ എല്ലാം ഉടമസ്ഥൻ എന്റെ ദൈവമാണ്. എന്റെ യേശു തന്നില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, എന്റെ ദൈവം തന്നില്ല എങ്കിൽ എനിക്ക് ഒന്നുമില്ല. Can we express our gratitude to the Lord this afternoon? നമുക്ക് ഒന്നിച്ച് ഈ സന്ദർഭത്തിൽ 2 കരങ്ങളും ഉയർത്തി, കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. As it's my first fruit to you, Lord. അതൊരു കുടുംബത്തിന് വേണ്ടി, ഒരു ഇസ്രായേലി യഹൂദൻ ഇസ്രായേലിന് അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ, ലോക ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സാക്ഷാൽ ഫസ്റ്റ് ഫ്രൂട്ടായ, യഥാർത്ഥ ആദ്യ ഫലമായ യേശു, ആ ഫലം ചക്കിനകത്ത് പൊടിഞ്ഞ് അപ്പമായി മാറുന്നത് പോലെ യേശു ലോകത്തിന്റെ അപ്പമായി, ജീവന്റെ അപ്പമായി മാറി. ജീസസ്, the bread of life. ഇന്ന് പകൽ 2 കരങ്ങളും ഉയർത്തി, ജീസസ്, you are the bread of life and I worship you. ജീവന്റെ അപ്പമായവനെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. Let's worship the bread of life. We worship you, Jesus. പ്രാർത്ഥന ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കുക. ധാരാളം പ്രാർത്ഥന പങ്കാളികൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ടെലിഫോൺ ലൈനിലുണ്ട്, പ്രാർത്ഥനാ മുറിയിലുണ്ട്.
പ്രധാനപ്പെട്ട വിഷയങ്ങൾ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് ലോകരാജ്യം അനേക ദൈവമക്കൾ ചേർന്ന് ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നതായിരിക്കും. യേശുവിന്റെ വിടുതൽ നമ്മൾ നന്നായി അനുഭവിക്കും. ഈ പകൽ ഒരു ഫസ്റ്റ് ഫ്രൂട്ട് സെലിബ്രേഷൻ കർത്താവിന് അർപ്പിച്ചാട്ട് ഏറ്റവും നല്ലൊരു ആരാധന. ഫസ്റ്റ് ഫ്രൂട്ട് ജീസസ് ബീങ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. യേശുവേ ഒരിക്കൽ കൂടെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു യേശുവേ, ആരാധിക്കുന്നു. ഞങ്ങളോടൊപ്പം എല്ലാവരും ചേർന്ന് അത് തന്നെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. Yes. പെസഹ രക്ഷയെ ഓർമ്മപ്പെടുത്തുന്ന ഒരാഘോഷമാണ്. രക്ഷ, ബൈബിൾ പറയുന്നു രക്ഷ യഹോവയ്ക്കുള്ളത്. പാസ്ഓവർ മീൻസ് സാൽവേഷൻ. പാസ്ഓവർ മീൻസ് സാൽവേഷൻ. പെസഹ എന്നതിന്റെ അർത്ഥം രക്ഷ. ദീർഘകൊല്ലങ്ങൾ മിസ്രൈമ്യ അടിമത്തത്തിൽ കിടന്ന ഇസ്രയേൽ ജനം ഒന്നാം മാസം എബ്രായ കലണ്ടർ, ലൂണാർ കലണ്ടർ, ഒന്നാം മാസം 14-ാം തീയതി രാത്രി നമ്മൾ വായിച്ചു കേട്ട വാക്യപ്രകാരം പുറപ്പാട് പുസ്തകം 12:5 ഒരാട്ടിൻകുട്ടി എടുത്ത് അറുത്ത് അതിന്റെ രക്തം അവരുടെ ഭവനങ്ങളുടെ, വീടുകളുടെ കട്ടളകളിൽ, അതിന്റെ കുറുകിയ പടികളിൽ ഒക്കെ പുരട്ടണമായിരുന്നു. ആ രാത്രിയിൽ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ഈ രക്തത്തിന്റെ അടയാളമുള്ള ഭവനങ്ങൾ മരണദൂതൻ വിട്ട് ഒഴിഞ്ഞു മാറുമായിരുന്നു. That's how the word Passover has come. Satan passed over the blood of the sacrificial lamb. യാഗമൃഗത്തിന്റെ രക്തം പുരട്ടിയിരുന്ന വീടിനെ ആ രക്തം കണ്ട മാത്രയിൽ സംഹാരദൂതൻ കടന്നുപോയി, മാറിപ്പോയി. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം മരണദൂതന്റെ പിടിയിൽ നിന്ന് അവർ സ്വതന്ത്രരാകേണ്ടതിന്, രക്ഷപ്പെടേണ്ടതിന് കാരണമായി. ലോക മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പാപം നിമിത്തം വന്ന നിത്യനാശം, നിത്യനരകം, അതിൽ നിന്ന് അവൻ വിടുതൽ ഉണ്ടാകേണ്ടതിന് അവന്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ അകവും പുറവും ഒരുപോലെ പുരട്ടേണ്ട ഒരു കളങ്കമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തം. യോഹന്നാൻ വിളിച്ചു പറയും, Behold the Lamb of God. പുറപ്പാട് 12:5 കാണുന്ന അതേ കുഞ്ഞാട് യോഹന്നാൻ വിളിച്ചു പറയും, Behold the Lamb of God who takes away the sins of the world. ലോകത്തിന്റെ സകല ലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Let's sing, be glorified. സകല ലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. രണ്ട് കരങ്ങളും ഉയർത്തി എന്നോട് ചേർന്ന് പറയുമ്പോൾ, സകല ലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. സകല ലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. ലോകം മുഴുവൻ
ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടാം യേശുവിന്റെ a great immolation on the cross of Calvary. ആ നിസ്തുല്യമായ ആ യാഗത്തെ ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നും അത് അനുഭവമാകട്ടെ. Behold the Lamb of God who takes away the sins of the world. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. You be glorified, Lord. Behold the Lamb of God. എന്നോട് ചേർന്ന് ദൈവ കുഞ്ഞാടേ. യെസ്, യേശുവേ ദൈവ കുഞ്ഞാടേ, യേശുവേ ദൈവ കുഞ്ഞാടേ, യേശുവേ ദൈവ കുഞ്ഞാടേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഒരാടിന്റെ രക്തം ഒരു കുടുംബത്തിനു വേണ്ടി, കുടുംബത്തിന്റെ വിടുതലിന് കാരണമായി പഴയ നിയമ ഇസ്രായേലിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൽപ്പന അവർ അപ്പാടെ അനുസരിച്ചപ്പോൾ നൽകാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം, ആ യാഗം ദൈവപ്രസാദത്തിന് മതിയാകാതെ വന്നപ്പോൾ അത് ചിന്തിയിട്ട് മനുഷ്യന്റെ പാപം വീണ്ടും പാപമായി തന്നെ തുടരുമ്പോൾ എന്നേക്കുമായി അതിൽ നിന്ന് അവനെ വിടുവിച്ച് തന്റെ നിഷ്കളങ്കമായ ചോരയാൽ കഴുകേണ്ടത് യേശു എന്ന ദൈവ കുഞ്ഞാട് അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ ഉരിയാടാതെ ഓമനായിരുന്നു. ഐസിയ 53, യെശയ്യാ 53. He was taken, he was bruised for our sins. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു. ഈ പകൽ യേശു എത്ര നല്ലവനാണ്. കഴിയുമെങ്കിൽ രണ്ട് കരങ്ങളും ഉയർത്തി വായുകളെ തുറന്ന് നന്ദിയോടെ Yes, Lord Jesus, we give you glory. ആ പെസഹ കുഞ്ഞാടിനെ ധ്യാനിച്ച്, ആ പെസഹ കുഞ്ഞാടാം യേശുവിനെ ധ്യാനിച്ച് ഇനിയുമായി യേശു എടുത്തതായ വേദനകൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ വഹിക്കേണ്ട, നമ്മുടെ കൈകാലുകൾ ആണി അടിക്കപ്പെടേണ്ട, നമ്മുടെ തലയിൽ മുൾക്കിരീടം വെക്കപ്പെടേണ്ട, നമ്മുടെ വിലാപ്പുറം ആരും കുത്തി തുളയ്ക്കേണ്ട. Jesus has borne it all. Jesus paid it all. യേശു സകലതും വഹിച്ചു. യേശു നാം കൊടുക്കേണ്ടുന്ന വില മുഴുവൻ കൊടുത്തു. So as it was a celebration of first fruits, Passover, പെസഹ എന്നുള്ളത് ആദ്യഫലത്തിന്റെ ഒരാഘോഷം ആയി നിന്നതുപോലെ, let's celebrate because Jesus has paid it. യേശു അത് മുഴുവൻ കൊടുത്തു. Whatever that I had to give, ഞാൻ കൊടുക്കേണ്ടിയിരുന്നത് മുഴുവൻ എന്റെ യേശു നൽകി. ആ നന്ദിയുള്ള ഹൃദയത്തോട് രണ്ട് കരങ്ങളും ഉയർത്തി രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ രണ്ട് കരങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന്
സ്വർഗാദി സ്വർഗത്തിൽ സ്വർഗാദി സ്വർഗത്തിൽ ഭൂമിയിലോ ദേവാലയത്തിലും യേശുവേ യേശുവേ മഹത്വമെന്നും അങ്ങേക്ക് because you are the first fruit, because Passover belongs to God. പെസഹ ദൈവത്തിൻ്റെതാണ്. പെസഹ എന്നത് യേശു എന്ന ദൈവ കുഞ്ഞാടിനെ, പെസഹ എന്നത് യേശു എന്ന ആദ്യ ഫലത്തെ സന്തോഷമാണ്. മരണം മാറിയതിൽ സന്തോഷം അനുഭവിക്കുന്നവർ ഒന്നിച്ച് കരങ്ങൾ രണ്ടും ഉയർത്തി പ്രാർത്ഥനാഭിഷേകങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ആരാധനയിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിന്റെ വിടുതൽ ജീവിതങ്ങൾ നന്നായി അനുഭവിക്കും. ഹൃദയത്തിനകത്ത് നിറയുന്ന സന്തോഷത്തോടെ രണ്ട് കരങ്ങളും ഉയർത്തി one more time. Yes. അമ്മച്ചി, അപ്പച്ച, പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, ആ രോഗവും കെടുതിയും പ്രയാസങ്ങളും മക്കളുടെ കാര്യവും വീടിന്റെ കാര്യവും കടഭാരവും ജോലിയിലെ കാര്യവും ബിസിനസ് ഇതൊക്കെ അവിടെ ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവോട് പറഞ്ഞു, one more time. ഒരിക്കൽ കൂടെ രണ്ട് കരം ഉയർത്തി ഒരിക്കൽ കൂടെ പ്രസന്നതയുള്ളൊരു ഹൃദയത്തോട്, പ്രസന്നതയുള്ളൊരു മുഖത്തോടുകൂടി രണ്ട് കരങ്ങളും യേശുവിന്റെ സന്നിധിയിലേക്ക് നിവർത്തിക്കൊണ്ട്
ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ദൈവ കുഞ്ഞാടാം യേശുവിന്റെ സന്നിധിയിൽ ഉറക്കം പറയണം. മഹത്വം മുഴുവൻ അങ്ങേക്ക്. Jesus, you are the reason for my life. യേശുവേ, എൻ്റെ ജീവിതത്തിന്റെ കാരണം അങ്ങാണ്. And Jesus, you are the reason for whom I live. അങ്ങയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും. Thank you, Jesus. യേശു അല്ല പിന്നെ ഉറപ്പോടെ ഇപ്പോൾ വന്ന ചില രാവിലെ ശുശ്രൂഷയ്ക്ക് ശേഷം വന്ന ധാരാളം പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഇവിടെ പ്രാർത്ഥിക്കുവേണ്ടതായിട്ടുണ്ട്. ഈ ആരാധനയുടെ നടുവിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു അത്ഭുത സൗഖ്യം നൽകും. ഉറപ്പായി പറയട്ടെ, യേശു അത്ഭുത മന്ത്രിയാണ്, വീരനായ ദൈവമാണ്, സമാധാന പ്രഭുവാണ്. എന്നൊരു മോൾ വിളിച്ചിരിക്കുന്നു. 8ാം ക്ലാസ്സിൽ എക്സാം എഴുതുന്ന സമയത്താണ് പപ്പ മരിച്ചു പോയത്. അതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റിയില്ല. എക്സാം 2ാം തീയതി മുതൽ 12ാം തീയതി വരെ വീണ്ടും വെച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ പഠിക്കാൻ കഴിയുന്നില്ല. അതിനുവേണ്ടി ദൈവം സഹായിക്കേണ്ടതുണ്ട്. മിന്നു, ട്രിവാൻഡ്രം. 10ാം ക്ലാസ്സിൽ എക്സാമിന്റെ സമയത്ത് പിതാവ് മരിച്ചു പോയത്. ആ കുഞ്ഞിന് ശരിക്കും എക്സാം എഴുതാൻ പറ്റിയില്ല. റീ എക്സാം വെച്ചിരിക്കുക. പഠിക്കാൻ കഴിയുന്നില്ല. എന്നോടൊപ്പം ആ രാത്രിയുടെ നടുവിൽ സഹോദരങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മകളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ നിലയിൽ കർത്താവിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ അവളുടെ മേൽ പൊരുന്നിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Every fear, every anxiety be gone from her life in Jesus' name. യേശുവിന്റെ നാമത്തിൽ അവൾ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. Let the peace of Jesus rule over her life, Lord. ഇപ്പോൾ തന്നെ യേശുവിന്റെ ദിവ്യമായ സമാധാനം ആ മകളുടെ മേൽ ഇറങ്ങട്ടെ കർത്താവേ. അവൾ നന്നായിട്ട് പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. തീർച്ചയായിട്ടും മോളെ, ദൈവം യേശുവിന്റെ സമാധാനവും മാത്രമല്ല യേശുവിന്റെ ഉയർച്ചയും നിനക്ക് നൽകും. യേശുവിനായി ജീവിക്കണം. യേശുവിന് നിനക്ക് ശുഭമായ ഭാവിയുണ്ട്. അസുഖം മാറണം. അതുപോലെ തന്നെ അബുദാബിയിലായിരിക്കുന്ന മനുഷ്യ ശമ്പളം കൂട്ടി കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് ജോലിയും കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരന്മാർ, പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിന് തികഞ്ഞ ആരോഗ്യം ഉണ്ടാകട്ടെ. അബുദാബിയിലായിരിക്കുന്ന മാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മാനായിരിക്കുന്ന ജോലി സ്ഥലത്ത് അവന്റെ ശമ്പളം കൂട്ടി കിട്ടുവാൻ തക്കണം ദൈവമേ അങ്ങ് അത്ഭുതം ചെയ്താട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.
കർത്താവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ട്രിവാൻഡ്രത്ത് റിൻസി വിളിച്ചിരിക്കുന്നു. കസിൻ കിരണ്യാണ് ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വ്യക്തമായി ദൈവത്തിന്റെ സൗഖ്യം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കേണ്ടി വിളിച്ചിരിക്കുന്ന കർത്താവ്, ഞാൻ ഒന്നിച്ച് കർത്താവെ ആ കസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ ആരോഗ്യം ഉണ്ടാകുമാറാകട്ടെ. കർത്താവെ, ഹാൽ നിന്റെ കരം അവിടെ വെളിപ്പെടുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നീ അത്ഭുതം ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. സ്വത്ത് പ്രശ്നത്തിൽ മക്കളെതിരായി ഒറ്റപ്പെട്ടു എന്ന ചിന്ത നിമിത്തം ആത്മഹത്യക്ക് ശ്രമിച്ചു, പക്ഷെ മരിച്ചില്ല. കഴുത്തിറുകിപ്പോയതിനാൽ ശ്വാസം എടുക്കാനും വെള്ളം കുടിക്കാനും സാധിക്കുന്നില്ല. എത്ര സങ്കടകരമാ പ്രിയ മാതാവിൻ്റെ ജീവിതം. പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഈ പകൽ പ്രാർത്ഥിക്കാം. അമ്മേ, ആത്മഹത്യയല്ല, മക്കൾ നല്ലതാകും, സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. നമുക്ക് യേശു തന്ന ഒരു ജീവിതം, അത് യേശുവിന് വേണ്ടി ജീവിക്കണം. അമ്മയുടെ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. യേശു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അമ്മയുടെ ജീവിതം സമൃദ്ധമാകേണ്ടതിനും യേശുവിൻ്റെ സമൃദ്ധമായ ജീവൻ, യേശുവിൻ്റെ സമൃദ്ധമായ ജീവൻ ഇപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പം കരങ്ങളെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയാം. യേശു, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. യേശു എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. ചേർന്ന് പറഞ്ഞാട്ട്, യേശു എനിക്ക് യേശു എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. ഈ സമയം തന്നെ ആ തൊണ്ടയ്ക്കുള്ള ക്ലേശം മാറും, വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങും, അകത്തെ മുറിവുകൾ കെടുതികൾ ഇപ്പോൾ മാറും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം മാത്രമല്ല, ആ ജീവിതത്തിൽ നിന്ന് ആത്മഹത്യയുടെ ദുരാത്മാവിനോട് യേശുവിന്റെ നാമത്തിൽ ആ ജീവിതത്തെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. അവളിൽ യേശുവിന്റെ ജീവനും സമൃദ്ധമായ ജീവനും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ഇനിയും ശേഷിക്കുന്ന ദൈവം തരുന്ന ദീർഘായുസ് യേശുവിന് വേണ്ടി ജീവിക്കണം. ദൈവം സഹായിക്കട്ടെ. കോലഞ്ചേരി സരസമ്മ വിളിച്ചിരിക്കുന്ന 1 വർഷമായി കഴുത്തിനും നട്ടലിനും ഭയങ്കരമായ വേദനയാണ്. നട്ടലിനാണ് പ്രോബ്ലം. യേശു നൽകുന്ന സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ ഒന്നിച്ച് കർത്താവ് മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് 1 വർഷമായിട്ടുള്ള ആ വേദന ഇപ്പോൾ അത് വിട്ടു മാറിപ്പോകട്ടെ. യേശുവെ, അങ്ങയുടെ കരം അവിടെ വയ്ക്കുന്നതിനായി, മകളെ വിടുവിക്കുന്നതിനായി, സൗഖ്യമാക്കുന്നതിനായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. 24ാമത്തെ ബർത്ത്ഡേയാണ്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നു മുതൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വ്യത്യസ്തത യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് കമലമന്ദിരം മാതാവ് വിളിച്ചിരിക്കുന്നു. മകന്റെ യാത്രയിൽ ദൈവസാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, യാത്ര സുഖകരമായി എത്തി എന്ന് അറിയിച്ചിരിക്കുന്നു. തുടർന്നും ദൈവത്തോടെ കൂടിയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങളെ കൊച്ചുമനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രയിൽ അങ്ങയുടെ സാന്നിധ്യം കൂടിയിരുന്നതിനായി നന്ദി പറയുന്നു. തുടർന്ന് കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കയുടെ ഒരു ഭാവി അവൻ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. 2 മക്കൾ സൗദിയിലാണ്. ജോലിയിൽ ഉയർച്ച വേണം, വിവാഹം നടക്കണം, ഭവനം പണിതതിന്റെ കടം തീരണം. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, 2 കുഞ്ഞുങ്ങളുമായിരിക്കുന്ന സ്ഥാനത്ത് ജോലിയിൽ ഉയർച്ച കൊടുത്താണ്ട് കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കട്ടെ കർത്താവ്. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. അമ്പൂരിന്ന് ബിന്ദു വിളിച്ചിരിക്കുന്നു. 30 വയസ്സായി, ഇതുവരെയും വിവാഹം നടന്നിട്ടില്ല. വിവാഹാലോചന പലത് വരുന്നു, എല്ലാം മുടങ്ങിപ്പോകുന്നു. കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിന് വേണ്ടി കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം കർത്താവ് ഈ ദിവസങ്ങളിൽ അവൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. സാമ്പത്തിക വിഷയത്തിന് ദൈവമേ അങ്ങ് പ്രവർത്തിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. ദേവമാർ ജോലിയിൽ ലീവിന് വന്നിട്ടുണ്ട്. കറക്റ്റ് ഡേറ്റിന് പോകാൻ തക്കവണ്ണം സാധിക്കണം. ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ആ ടിക്കറ്റ് എടുത്ത ദിവസം തന്നെ കടന്നു പോകുവാൻ എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. അമ്പൂരിന്ന് വിജി വിളിച്ചിരിക്കുന്ന 5 വർഷമായി നട്ടലിന്റെ പ്രോബ്ലം സൗഖ്യമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മകന് മെയിൽ എക്സാം ഉണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ആവുന്നു. ദൈവകൃപ കൂടിയിരിക്കുവാൻ കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നട്ടലിന്റെ സകല പ്രോബ്ലം മാറട്ടെ. കർത്താവ്, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുത സൗഖ്യം മടമേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് മെയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ കൃപ കൂടിയിരുന്നാട്ടെ. ഉന്നത വിജയം നൽകി കൊടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. He who overcomes, I will make him a pillar in the temple of my God, and he shall go out, and no more I will write on him the name of my God and the name of the city of my God, the New Jerusalem, which comes down out of heaven from my God, and I will write on him my new name. അത്ര നല്ലവനാണ് നമ്മുടെ കർത്താവ്.
അപ്പനെ പോലെ നമ്മെ സ്നേഹിക്കുന്നു. ഉത്തരവാദിത്തോടെ നമ്മെ കരുതുന്ന കർത്താവിന്റെ സന്നിധി രണ്ട് കരങ്ങൾ ഉയർത്തി രാജേഷ് എന്ന് പറഞ്ഞൊരു സഹോദരൻ വിളിച്ചിരിക്കുന്നു. അവരുടെ കുടുംബത്തിൽ ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നു. ദൈവിക സമാധാനവും സ്വസ്ഥതയും കുടുംബത്തിൽ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥന ചോദിച്ചു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ സഹോദരന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാന പ്രഭുവായ യേശുവിന്റെ സമാധാനം ആ കുടുംബത്തിൽ ഇറങ്ങട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. രാജലക്ഷ്മി വിളിച്ചിരിക്കുന്നു. 13 വർഷമായി മുട്ടിന് വേദന, സൗഖ്യം വേണം. ഒരുമിച്ച് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തില് നാളുകളായി ഭാരപ്പെടുന്ന രോഗബന്ധനം യേശുവിന്റെ നാമത്തില് ഈ നിമിഷം തന്നെ ആ ജീവിതം വിട്ടുമാറട്ടെ. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. മറിയാമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി വിളിച്ചിരിക്കുന്നു. കുടുംബത്തിനകത്ത് ദൈവികമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. മക്കളെല്ലാം വെളിയിലാണ്. അവരുടെ കുടുംബം ദൈവസ്നേഹത്താൽ നിറയപ്പെടണം. ദൈവിക പ്രവൃത്തി ഭവനത്തിൽ വെളിപ്പെടണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ മറിയാമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ അവർ നിറയപ്പെടട്ടെ. മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നല്ല ഭാവി അവർക്കുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഭർത്താവിന്റെ മദ്യപാനം, കടഭാരം വളരെയധികമുണ്ട്. ജോലിയിൽ ഉയർച്ച വേണം. ദുബായിലാണ് ജോലി. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേ പ്രിയ മകനുമുള്ള മദ്യപാന ആസക്തി യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ. ജോലിയിൽ ഉയർച്ച, കടഭാരം മാറട്ടെ. എല്ലാത്തിനും കർത്താവ് ഒരു ഉയർന്ന തലം ക്രിസ്തു യേശുവില് ശുഭകരമായ ഒരു ഭാവി യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഓപ്പറേഷൻ കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു നിൽക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുളത്തൂരിൽ നിന്ന് സുനില റാണി എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരം ആ റൂമിനകത്ത് ഇറങ്ങട്ടെ. അവിടെ നിന്ന് ചെയ്യിക്കാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പാലക്കാട് നിന്ന് സാറാമ വിളിച്ചിരിക്കുന്നു. സഹോദരി മേഴ്സിക്കുട്ടി ഡയാലിസിസ് ചെയ്ത് ശരീരത്തെ തളർച്ച, മകൾക്ക് ആർത്തറൈറ്റിസ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ 2 വിഷയങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ആ ഡയാലിസിസ് ചെയ്ത് ഭാരത്തിലിരിക്കുന്ന പ്രിയ മകൾക്ക് പൂർണ്ണ വിടുതലുണ്ടാകട്ടെ. ആമേ ശരീരത്തിൽ ആമേ പുഷ്ടി ഉന്മേഷവും ഉണ്ടാകട്ടെ. കർത്താവേ, മകളെ അലട്ടുന്നതായ ആർത്തറൈറ്റിസ് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം വിട്ടുമാറട്ടെ. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കയ്യും കാലും മരയ്ക്കുന്നു, രക്തയോട്ടമില്ല. മകൻ ദീപകിന് ഷുഗറിനാൽ ഭാരപ്പെടുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് സെൽവരാജ് വിളിച്ചിരിക്കുന്നു. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ ദീപകിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് കാൽവറിയിൽ ഒരുക്കിയ ദൈവിക സൗഖ്യം ഇപ്പോൾ അവന്റെ ശരീരത്തിന്റെ മേൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഈ പ്രത്യേകിച്ച് 4 ദിവസങ്ങളുടെ ശുശ്രൂഷയ്ക്കായി ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇത് ഒരടയാളമായിരിക്കും. ഈ 4 ദിവസങ്ങളിൽ വരുന്ന ഓരോ വിഷയത്തിനും കർത്താവ് പ്രത്യേക മറുപടി നൽകും. ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ഞാൻ ശബ്ദം കേൾക്കുമ്പോൾ ശരീരം മുഴുവൻ മരവിച്ചു പോയ ഒരു അനുഭവം പോലെ എൻ്റെ കർത്താവ് പറഞ്ഞു. രാവിലെ ഞാൻ വായിച്ച വാക്യം കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഞാൻ നിവർത്തിക്കും. യെശയ്യാ 46 നിന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വളരെ വ്യക്തമായി സംസാരിച്ചു. ഞാൻ സംസാരിച്ചു, ഞാൻ നിവർത്തിക്കും. കഷ്ടപ്പാടിന്റെ കാലങ്ങളെ നിങ്ങൾ മറക്കും. കണ്ണുനീരിന്റെ അനുഭവങ്ങളെ നിങ്ങൾ മറക്കും. നിന്നയുടെ കാലം കഴിഞ്ഞു. ഇത് ഉയർച്ചയുടെയും ദൈവിക സ്വസ്ഥതയുടെയും മാത്രമല്ല, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിലുള്ള ഒരു ഉയർന്ന അനുഭവത്തിന്റെയും അനുഭവമായിരിക്കും നമുക്കായി ദൈവം കരുതിയത്, നാം അനുഭവിക്കുന്നത്. യേശു പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലതും നമ്മുടെ ജീവിതത്തോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും. Seek first the kingdom of God and all these things shall be added to our lives. God just needs to make an addition. It's already there. നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന നന്മകൾ മുഴുവൻ അവിടെ ഉണ്ട്. കർത്താവ് ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഒരു ട്രെയിൻഡ് ലോക്കോമോട്ടീവ് എഞ്ചിന്
പിറകിലേക്ക് അടുത്ത ബോഗികൾ കണക്ട് ചെയ്തിടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും വിടുതലിന്റെയും മാത്രമല്ല ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത യേശുവോടൊപ്പമുള്ള ഒരു ഉയർന്ന അനുഭവത്തിലുള്ള ആത്മീയ അനുഭവവും കർത്താവ് നിങ്ങളുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുന്നു. യേശുവിൽ നിങ്ങളുടെ ജീവിതം സമ്പുഷ്ടിയുള്ളതായി അനുഭവിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഓൾട്ടറിൽ ഇവിടെ അർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരുടെ വിടുതലുകളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം പ്രവർത്തിച്ചു. ബിസിനസ് തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. വീട്ടിലും ദേശത്തും കുടിവെള്ളമില്ല. പ്രാർത്ഥിക്കുവാൻ മാമ്പുഴക്കരയിൽ നിന്ന് ബിന്ദു എന്ന സഹോദരിയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. മഴ അവിടെ ഉണ്ടാകും, അപ്പോൾ കിണറ്റിൽ വെള്ളം ഉണ്ടാകും, ദേശത്ത് വെള്ളമുണ്ടാകും. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. ഒന്നിച്ചു പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദേശത്ത് മഴ ഉണ്ടാകട്ടെ, മഴ ഉണ്ടാകട്ടെ, സമൃദ്ധമായ മഴ ഉണ്ടാകട്ടെ. ഓ ഹല്ലേലൂയ. വെള്ളമുള്ള മേഘത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ ദേശങ്ങളുടെ മേൽ ഞങ്ങൾ വരുവാൻ കൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രാർത്ഥിച്ചപ്പോൾ NET എക്സാം നന്നായിട്ട് എഴുതുവാൻ യേശു സഹായിച്ചു. ഹല്ലേലൂയ. അത് മാത്രമല്ല ഉയർന്ന വിജയവും കിട്ടി. ജീസസ് ഓൾവേസ് ഗിവ്സ് us the best. കർത്താവിന് എപ്പോഴും നമുക്ക് തരാനുള്ള നല്ലതേ ഉള്ളൂ. ഇതാരാ? ഡെനിസൺ ട്രിവാൻഡ്രം. ഹൈ ഡെനിസൺ, we really congratulate you and appreciate you for trusting in Jesus. യേശുവിൽ ആശ്രയിക്കുന്ന നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അടുത്തത് കേട്ടെ. കേസിന്റെ വിധി അനുകൂലമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിരുന്നു. അതും അനുകൂലമായി ദൈവം ചെയ്തു തന്നു. ഹല്ലേലൂയ. ഡബിൾ ബ്ലെസ്സിംഗ്, ഡബിൾ ബ്ലെസ്സിംഗ്. ഞാൻ പറയട്ടെ, ഇതൊരു ഇരട്ടിപ്പങ്ക് അനുഗ്രഹത്തിന്റെ നാളുകളാണ്, ഇരട്ടിപ്പങ്ക് അഭിഷേകത്തിന്റെ നാളുകളാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞ് യെസ് ലോർഡ്. വിളിച്ചിരിക്കുന്നു. ചൂണ്ടുവരലിന് വേദന, പെരുപ്പ് അനുഭവപ്പെടുന്നു. മരണത്തിന് യാതൊരു കുറവുമില്ല. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കയ്യിലെ വേദന മരപ്പ് യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. കർത്താവ് മരുന്നിന് കൊടുക്കുവാൻ കഴിയാത്ത സൗഖ്യം അങ്ങയുടെ പക്കലുള്ളതിനായി സ്തോത്രം. ആ സഹോദരിക്ക് വേണ്ടി അത് പകർന്നു കൊടുക്കും, വിടുതൽ കൊടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ഭാര്യ ഡിപ്രഷനാൽ ബാധിക്കുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ആ സഹോദരി കർത്താവ് ഏത് കാരണം കൊണ്ടാണ് ഡിപ്രഷൻ ഉണ്ടായത് അത് മാറിപ്പോട്ടെ. യേശു നൽകുന്ന പ്രത്യാശയും യേശു നൽകുന്ന സമാധാനവും സന്തോഷവും മാടെ ഉള്ളിൽ നിറഞ്ഞു വരട്ടെ. ആ കുടുംബത്തിന് ദൈവിക കൃപ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. മോന്റെ വീട് ജപ്തി നടപടി നടക്കുന്നു. അതുപോലെ തന്നെ മോളുടെ വിവാഹം നടക്കണം. ലീല വിളിച്ചിരിക്കുന്നു നെയ്യാറ്റിങ്കരയുന്നു. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് മോന്റെ വീടിന് പ്രാർത്ഥിക്കുന്നു. ആ ജപ്തി നടപടികളെ മാറ്റുവാൻ കഴിയുന്ന ദൈവം അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ദൈവമേ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി അങ്ങ് ദുല്യവ ചെയ്തു കൊടുത്താട്ടെ. മകളുടെ വിവാഹം ഏറ്റവും ഭംഗിയായി ചെയ്തു കൊടുക്കുവാൻ തക്കണം. കർത്താവെ അങ്ങ് പ്രവർത്തിച്ചാട്ടെ. തക്കതായ തുണയെ ഒരുക്കി കൊടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. വിളിച്ചിരിക്കുന്നു. ഭർത്താവ് മദ്യപാനത്താൽ ഭാരപ്പെടുന്നു. മൂത്ത മകൻ ജോലി സ്ഥിരമാകണം. രണ്ടാമത്തെ മകൻ എഞ്ചിനീയർ പഠിക്കുന്ന എക്സാമാണ്. ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് മദ്യപാനത്തിൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, മൂത്ത മകന്റെ ജോലി സ്ഥിരമാകട്ടെ. രണ്ടാമത്തെ മകൻ എഞ്ചിനീയർ പഠിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഭാവി ഒരുക്കി കൊടുത്താണ്. നല്ല എക്സാം എഴുതുവാൻ കർത്താവ് സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ.
മകൻ ലാൽ RCCയിൽ 5ാം വാർഡിൽ അഡ്മിറ്റ് ആണ്. ഓപ്പറേഷൻ കഴിഞ്ഞു. വിട്ടുവിട്ട് പനിക്കുന്നു. പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ ഒന്നിച്ച് ലാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ ആരോഗ്യം ഉണ്ടാകട്ടെ. എല്ലാ ക്യാൻസറിന്റെ അണുക്കളുമായി ശരീരത്തിൽ മാറട്ടെ. ആ ശരീരത്തിന് ദൈവിക ജീവൻ വ്യാപരിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന പ്രയാസങ്ങളിൽ മേലും ദൈവം നിന്റെ സൗഖ്യം മാറുന്നാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഭാര്യയ്ക്ക് അനേക വർഷങ്ങളായി നീരും വേദനയുമാണ്. അതുപോലെ മകൾക്ക് യൂട്രസ് സിസ്റ്റാണ്, ബ്ലീഡിംഗ് നിൽക്കുന്നില്ല. അവളുടെ വിവാഹം നടക്കണം. ഇതുപോൽക്കാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശരീരത്തിലുള്ള എല്ലാ വേദനകളും എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ കർത്താവേ. മകളുടെ യൂട്രസിലുള്ള സിസ്റ്റ് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോയി. ആ ബ്ലീഡിങ്ങിനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കട്ടെ. എല്ലാ മേഖലയിലും അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മോൾ സബിതയ്ക്ക് ജോലി വേണം. അവനെ കർത്താവിന്റെ ഹാർട്ട് ഓപ്പറേഷനാണ്. സൗഖ്യമാകണം. അവനെ കടഭാരം മാറണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വത്സമ്മ കോഴിക്കോട് നിന്ന് വിളിച്ച് കർത്താവ് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാൾ സബിതയ്ക്ക് കർത്താവേ നല്ലൊരു ജോലി ലഭിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ മാളെ മാനിക്കണം. ഭർത്താവിന്റെ ഹെയറിന് പ്രോബ്ലം യേശുവിൻ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ആരോഗ്യം ബലമാണ് വ്യാപരിക്കട്ടെ. എല്ലാ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് മാറ്റിയാട്ടെ. ഓ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം അവർക്ക് നൽകി കൊടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. മക്കളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കണമ മക്കളായിരിക്കുന്ന സ്ഥാനത്തിന്റെ കരം കൂടെ ഇരിക്കണമേ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. തങ്കമ്മ ജേക്കബ് മണ്ഡലത്തിൽ വിളിച്ചിരിക്കുന്നു. മോൾ ജയ ജേക്കബ് 3 മാസം ഗർഭിണിയാണ്. അതിൽ നല്ല ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ ഒന്നിച്ച് ജയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ കാവലും പരിപാലനം മകളുടെ കൂടെ ഇരുന്നാട്ടെ. തക്ക സമയത്ത് അനുഗ്രഹീയമായ കർത്താവ് ഡെലിവറി മകൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പരിപാലിക്കണം, വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ പിതാവേ. പാടുകൾ മാറി കർത്താവേ, പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. കടം തീർക്കുവാനായിട്ട് 30,000 രൂപ അത്യാവശ്യമായിട്ട് വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഉദയകുമാരി ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നത്. കർത്താവെ, ഞാൻ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ആ പണം കർത്താവ് എത്രയും പെട്ടെന്ന് അവരുടെ കരങ്ങളിൽ ലഭിക്കുവാനും ആ കടം കൊടുത്തു തീർക്കുവാനും അങ്ങ് കുടുംബത്തെ സഹായിച്ചാട്ട് നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ. വർഷങ്ങളായിട്ട് കാലിൽ ചോർന്നു കൊടുക്കുന്ന പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്ത് കാരണത്താലായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ അവരുടെ കാലിന്റെ തൊട്ടുകൾ മാറട്ടെ. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. സഹോദരി വിളിച്ചിരുന്ന കുടുംബത്തിൽ ദൈവിക സമാധാനം നിലനിൽക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിന് ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. അതവിടെ നിലനിൽക്കുമാറാകട്ടെ. ആ കുടുംബം നിന്നെ ഉല്ലസിപ്പാൻ സന്തോഷിപ്പാൻ ഇത് മുഖാന്തരമാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഷീന റാണിയുടെ സഹോദരന് വീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. വീസ യേശു അത്ഭുതകരമായി നൽകി. 12-ാം തീയതി മസ്കറ്റിന് പോകുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഷീന റാണി ചെറുപാറ, കർത്താവ് കൊടുത്ത നന്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആ കുടുംബത്തെ അവിടുന്ന് ആദരിക്കും കർത്താവേ. Sing together. joyfully celebrate the name Jesus?
because Jesus rose again. Death could not conquer him. The tomb could not contain him. Jesus rose again. Jesus rose again. And Jesus rose again. Jesus rose again. യേശു ഉയർത്തെഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ മദ്യപാനം നിർത്തി. Oh, hallelujah. Hallelujah. Jesus, you can move the mountains. Come on, sing together one more time. യേശു തൊട്ടാൽ വിഡ്രോവൽ സിംറ്റം ഉണ്ടാകത്തില്ല. വേറെ ഏതു രീതിയിൽ മദ്യപാനം നിർത്താൻ ശ്രമിച്ചാലും വിഡ്രോവൽ സിംറ്റം ഉണ്ടാകും. പുകവലി നിർത്താൻ ശ്രമിച്ചാൽ, ബുദ്ധിയിലുള്ള ഏത് ശ്രമമാണെങ്കിലും 30 ദിവസം 60 ദിവസം 5 വർഷം 10 വർഷം കുടിക്കാതിരിക്കാം, മദ്യപിക്കാതിരിക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ പിന്നെയും അത് തിരിച്ചു വരും. കാരണം ഇത് രക്തത്തിനകത്ത് പോകണം. ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഞങ്ങൾ ഇവിടെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്പർശിക്കണം. മകൾ USA-യിൽ ശ്വാസമുട്ടൽ ഞാൻ ഭാരപ്പെടുന്നു. 10 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് തലമുറയില്ല. എനിക്ക് അൾസർ, കൊളസ്ട്രോൾ എന്നീ കെടുതികളാൽ ഞാൻ ഭാരപ്പെടുന്നു. മിസ് ശോശാമ തിരുവല്ലയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആന്റി, യേശു ഇപ്പോൾ തന്നെ ആന്റിയുടെ ശരീരത്തെ സൗഖ്യമാക്കുകയാണ്. ഈ പെസഹ ദിവസം ദൈവസന്നിധിയിൽ നാം ഒന്നിച്ചായിരിക്കുമ്പോൾ യേശുവിന്റെ സൗഖ്യം, യേശുവിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ശരീരത്തിന് മേൽ ഇറങ്ങി വരുന്നു. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം ഉണ്ടാകട്ടെ. എല്ലായിടത്തും നോർമൽസി ഉണ്ടാകട്ടെ. ആ മകൾക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായിട്ട് തലമുറയില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് നൽകിയ യേശുവേ, കുടുംബത്തെ സൃഷ്ടിച്ച ദൈവമേ, ഉളവാക്കിയ ദൈവമേ, അവിടുന്ന് കൊടുത്ത ആദ്യത്തെ അനുഗ്രഹം തലമുറ എന്നുള്ളതാകിയാൽ അത് ഈ കുടുംബത്തിന്റെ മേൽ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. You're worthy, O Lord, to receive glory and honor and power, for you created all things, and by your will they exist and were created. പുരാതനായ ദൈവം, come on, yes, let's sing together. Ancient of days,
സംസാരിച്ചോട്ടെ, സംസാരിച്ചോട്ടെ. കമാ പാസ്റ്റർ, ഇന്ന് രാവിലത്തെ ആരാധന കഴിഞ്ഞപ്പോൾ ഒരു ഇമെയിൽ സന്ദേശം വന്നു. ഇമെയിൽ. അതെ, സൗദിയിൽ നിന്ന് സന്തോഷ് ആൻഡ് ഫാമിലി. സൗദിയിൽ നിന്ന് സന്തോഷ് അയച്ച ഇമെയിൽ പറഞ്ഞാട്ടെ. പക്ഷേ നമ്മുടെ ഈ ഉച്ച കഴിഞ്ഞുള്ള ആരാധന നാളത്തേത് അവർ സ്പോൺസർ ചെയ്യുവാണ്. അതിനെല്ലാ ചെലവുകളും നാളത്തെ അവർ ചെയ്യുവാണ്. പ്രബോധ് പറഞ്ഞത് സൗദിയിൽ നിന്നൊരു ഇമെയിൽ വന്നു. അതിനകത്തെ രത്നചുരുക്കം ഇതാ: ഇന്നത്തെ നാളത്തെ പ്രോഗ്രാം നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നാളത്തെ ഈ സ്പെഷ്യൽ ഡേ പ്രോഗ്രാം അവർ സ്പോൺസർ ചെയ്യുവാണ്. Glory to the Lord. Hallelujah. ഇപ്പോൾ തന്നെ അവർ ആ സ്ക്രീനിൽ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ ഇന്റർനെറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സൗദിയിൽ നിന്ന് ധാരാളം ആളുകൾ പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ഈ ആരാധനയിലുണ്ട്. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കലവറകൾ നിറയട്ടെ. ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഭയങ്കര ദൈവസാന്നിധ്യം ഇതിനകത്ത്. പ്രമോദേ, ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറായി എന്റെ കയ്യിൽ ദൈവത്തിന്റെ ആത്മാവ് ഏൽപ്പിച്ചൊരു ദൂത് സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുക. പക്ഷെ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിൽ എനിക്ക് വേറൊന്നും ചെയ്യുവാൻ തോന്നുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് ആത്മാവിന്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്ക് ദേശത്തെ കുടുംബങ്ങളിൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു കൊടുങ്കാറ്റ്. യേശുവിനെ ആരാധിക്കുന്നതോട് സന്തോഷം എന്താ ഉള്ളത്? കുവൈറ്റിൽ ധാരാളം ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആളുകൾ. So many people from Kuwait are joining us this afternoon. Yes. Everyone who is joining us from different parts of this globe, I encourage you to lift your holy hands to the Lord and shout glory to Jesus. He is ancient of days. അവൻ പുരാതനായ ദൈവമാണ്. യേശു അത്ഭുത മന്ത്രിയാണ്. Glory to the Lord. രാവിലെ വിളിച്ചു പ്രാർത്ഥിച്ചു. നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിനു വേണ്ടി ലഭിക്കാനുണ്ടായിരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കാതിരുന്നപ്പോഴാണ് വിളിച്ചു പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. പ്രാർത്ഥിച്ചിട്ട് പോയി, അത് കിട്ടി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു നല്ലവനാണ്. എല്ലാത്തിനും യേശു മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. ചില നിമിഷങ്ങൾ Revelation chapter 4 verse 11. You are worthy, O Lord, to receive glory and honor and power. For you created all things, and by your will they exist and were created. ഈ ആരാധന ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ചില വാക്കുകൾ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. After these things, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു.
കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. After this I looked and behold a door standing open in heaven, and the first voice which I heard was like a trumpet speaking with me, saying, come up here, I will show you things which must take place after this. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റു സന്ദർഭത്തിൽ ജീവിതം മുഴുവൻ വഴിമുട്ടിയത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പണമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ പ്രശ്നങ്ങളെ നേരിടാറുണ്ട്. ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ പ്രയാസങ്ങളെ നേരിടാറുണ്ട്. എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാൻ കഴിയാതെ വിഷമിക്കുന്ന വേളകൾ നമുക്കുണ്ടാകാറുണ്ട്. എത്ര ശ്രമിച്ചാലും വാതിലുകൾ മുഴുവൻ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്നത് പോലെ ഉള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. വിശുദ്ധ ബൈബിളിൽ ഇതേ അനുഭവങ്ങളിലൂടെ പോയ ധാരാളം ആളുകളുണ്ട്. ഇവിടെ ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ എന്ന ദൈവഭക്തൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടതിന് ശേഷം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ കടന്നു പിടിക്കപ്പെട്ടവനായി ദൈവത്തിന്റെ ആത്മാവ് തനിക്ക് കൊടുത്ത ഭൂമിയുടെ ലോകത്തിന്റെ ഭാവി എന്തെന്ന് താൻ വെളിപ്പെടുത്തുമ്പോൾ, അപ്പോ താൻ അതുവരെ ഉണ്ടായിരുന്ന മറഞ്ഞിരുന്ന ആ നിഗൂഢമായ സത്യങ്ങളെ പരിശുദ്ധാത്മാവ് ഈ ദൈവത്തിന്റെ ഭക്തന്റെ മുൻപാകെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതിൽ ദൈവത്തിന്റെ ദാസൻ കാണുന്നത് ഇങ്ങനെയാണ്: Behold, I see a door standing open in heaven. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിൽ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്താണ് ഈ മനുഷ്യനായിരിക്കുന്നത്. ഒരിക്കലും ആർക്കും ഇണങ്ങിച്ചേരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് യോഹന്നാൻ അപ്പോസ്തലനായിരിക്കുന്നത്. അതിഭയങ്കരമായ ചൂട് നിമിത്തം നാടുകടത്തപ്പെട്ട കുറ്റവാളികൾ അവിടുന്ന് ഒരിക്കലും തിരികെ വരാതെ അവിടെ തന്നെ നശിച്ചു പോകുന്ന അന്തരീക്ഷം, മരണവും വിജനതയും തകർച്ചയും അപകടങ്ങളും, എപ്പോഴും ക്രൂര മൃഗങ്ങളുടെയും ആക്രമണത്തിന്റെ അന്തരീക്ഷം, തിരികെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന അന്തരീക്ഷം. പക്ഷെ ദൈവത്തിന്റെ ഭക്തൻ 1-2 അധ്യായങ്ങളിൽ കാണുന്നത് ദൈവത്തിന്റെ ആത്മാവിനാൽ കടന്നു പിടിക്കപ്പെട്ടപ്പോ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് He sees a door opened in heaven. Beloved, this is your life. This is my life. This is the message that the Lord has for each one of us this morning, this afternoon. ഈ സന്ദർഭത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ ആലോചന ഇതാണ്. എന്ത്? ഞാനും നീയും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഭൗതിക തലത്തിൽ ഒരു വാതിലും തുറന്നു കിടക്കുന്നത് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, എനിക്കും നിനക്കും വേണ്ടി സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. And there is a door standing open in heaven for us. I promise you, ലോകത്തിലെ സകല വാതിലുകളും അടഞ്ഞാലും സ്വർഗത്തിലെ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ ഭാഗ്യവാൻ, നിന്നെ പോലെ ഭാഗ്യവാൻ വേറെ ആരുമില്ല. Glory to the Lord. സ്വർഗത്തിലെ വാതിൽ തുറക്കണം. ആ പാട്ട് ഇവിടെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ 2 കരം ഉയർത്തി പ്രാർത്ഥിക്കണം. Nothing do I ask, Lord. മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല. സ്വർഗത്തിൽ എനിക്ക് വേണ്ടി വാതിൽ തുറക്കണം. യെസ്, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി വാതിൽ തുറക്കണം. ഇത്രയും കാലം ജനിച്ച നാള് മുതൽ, ഓർമ്മയായ നാള് മുതൽ ഭൂമിയിൽ എവിടെയൊക്കെ വാതിൽ തുറക്കണമോ അതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തി, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. ഒരു വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ 9 അടഞ്ഞ അവസ്ഥ. I promise you, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ കേൾക്കുന്ന ദൂത് ദൈവത്തിന്റെ ജനത്തെ അറിയിക്കട്ടെ. There's a divine shift taking place in your life.
നിങ്ങളുടെ ജീവിതത്തിൽ ദിവ്യമായ ഒരു മാറ്റം സംഭവിക്കുന്നു. എന്ത്? സ്വർഗത്തിൽ നിങ്ങൾക്കായി ഒരു വാതിൽ ദൈവം തുറക്കുന്നു. And I promise you, God is opening a new door in heaven for your life. സഹോദരങ്ങളെ, സ്വർഗത്തില് ദൈവത്തിന്റെ കരം കൊണ്ട് എനിക്കും നിനക്കും വേണ്ടി ഒരു വാതിൽ തുറന്നാൽ, ദൈവവചനത്തിൽ 3-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം, Revelation chapter 3 verse 7 says, he who has the key of David, he who opens and no one shuts, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും, and shuts and no one opens, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനും കഴിയത്തില്ല. രണ്ട് കാര്യങ്ങൾ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കും, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കും. അത് ചെയ്യാൻ കഴിയുന്ന ഒരുവൻ, ആ സൃഷ്ടിതാവാം യേശു, ഈ പകൽ നിന്റെ അടുത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ നീ നേരിടുന്ന സകല സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓമന പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് പറയാം, മോനെ മോളെ, ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാം. I promise you, there's a door opening in heaven for your life. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഇതാ വാതിൽ തുറക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഇതാ വാതിൽ തുറക്കുന്നു. ഞാൻ മുൻപോട്ട് പോകുന്നതിന് മുമ്പ് രണ്ട് കരങ്ങൾ ഉയർത്തി, കർത്താവേ, യേശുവേ, ഞാൻ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുക. ഈ പെസഹായുടെ നാളിൽ I just need a door opened in heaven. ഭാര്യമാര്, മക്കള്, സമ്പത്ത് എല്ലാം കൂടെ ഉണ്ടായിട്ടും താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ഓടിപ്പോകേണ്ടി വന്ന ഒരു മനുഷ്യനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. കടന്നു പോകുന്ന വഴിയാത്രയിൽ നദികൾ, തോടുകൾ പലതും കടക്കേണ്ടി വന്നു. കൂടെ ഉള്ളവരെല്ലാം സുരക്ഷിതമായ സ്ഥലത്താക്കി ഈ മനുഷ്യൻ ആ മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് സന്ധ്യയായതുകൊണ്ട്, സൂര്യൻ അസ്തമിച്ചതുകൊണ്ട് കിട്ടിയ ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ച് അവിടെ കിടന്നുറങ്ങുന്നു. ഉൽപ്പത്തി പുസ്തകം അത് വ്യക്തമായി മനസ്സിലാക്കി. നാം അദ്ദേഹത്തെ വിളിക്കുന്ന പേര് യാക്കോബ് എന്ന. ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ച സമയം, ഒന്നും ഇനി കാണാൻ കഴിയാത്ത അവസ്ഥ. അല്പം മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ച വ്യക്തി ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചു. മക്കൾ തന്നെ ഉപേക്ഷിച്ചപ്പോ, മക്കൾ തന്നെ തള്ളിക്കളഞ്ഞപ്പോ, ഒരുപക്ഷെങ്കിൽ ഹസ്ബൻഡ് തള്ളിക്കളഞ്ഞപ്പോ, ഒരുപക്ഷെങ്കിൽ വൈഫ്, ഭാര്യ തള്ളിക്കളഞ്ഞപ്പോ, ഒരുപക്ഷെ തള്ളിക്കളഞ്ഞപ്പോ, being rejected and dejected by everyone around us, നമ്മുടെ ജീവിതത്തിന് ചുറ്റുപാടുമുള്ള എല്ലാവരാലും തള്ളപ്പെടുന്ന അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ അവസ്ഥയെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു നല്ല പദമാണ് സൂര്യൻ അസ്തമിച്ചപ്പോ. മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കാലുകൾക്ക് ബലമില്ല. ആ സന്ദർഭത്തിൽ താൻ ചെയ്തത്, കിട്ടിയ ഒരു മരുഭൂമിയിൽ ഒരു കല്ലെടുത്ത് തലയ്ക്ക് വെച്ചിട്ട് കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ താൻ കാണുന്ന ഒരു സ്വപ്നമാണ്. സ്വപ്നത്തിൽ സ്വർഗം തുറന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമി വരെ സ്പർശിക്കുന്ന ഒരു ലാഡർ, ഒരു കോവണി. താൻ കാണുന്നത് ദൂതന്മാർ അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന കർത്താവ്, അദ്ദേഹത്തിന് അവന് നന്നായിട്ടറിയാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ എവിടെ വെച്ച് വരുത്തണം, എങ്ങനെ വരുത്തണം. ഒരുപാട് പേരുടെ മുമ്പിൽ മിടുക്കനായി നടന്നവനാണ് ഈ മനുഷ്യൻ. ഇതാ മരുഭൂമിയിൽ താൻ ഒറ്റയ്ക്കായി എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ തളർന്നു കിടന്നുറങ്ങുമ്പോ, ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക്, he lighted upon a place. യാക്കോബ് ഒരു സ്ഥലത്തെത്തി. ഹല്ലേലൂയ. ആ ഒരു സ്ഥലം എന്നത് he came to a place എന്ന ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് എഴുതിയിരിക്കുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോ, പക്ഷെ എന്റെ എബ്രായ ഭാഷയിൽ അത് മനസ്സിലാക്കുമ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി എന്ന അർത്ഥത്തിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്
when he came to the place. അതിന്റെ അർത്ഥം നേരത്തെ മുൻകൂട്ടി ക്രമീകരണം ചെയ്തിരുന്ന ഒരു സ്ഥലം എന്നർത്ഥത്തിൽ ആ വാക്ക് അവിടെ കിടക്കുന്നത്. മൂലഭാഷ എബ്രായ ഭാഷയിൽ യാക്കോബിന് നമുക്ക് ഈ പശ്ചാത്തലത്തിൽ അത് ഒരു സ്ഥലമാകാം, ഏതെങ്കിലും ഒരു സ്ഥലം. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അത് ഒരു സ്ഥലമായിരുന്നില്ല. നേരത്തെ ഇവന് വേണ്ടി ദൈവം കരുതി വച്ചൊരു സ്ഥലം. എന്നെ ശ്രദ്ധിക്കൂ. God has a definite plan to lift your life. നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ പക്കൽ ഒരു വ്യക്തമായ പദ്ധതിയുണ്ട്. നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ, നാം ഒരു അപേക്ഷ അവിടുത്തെ സന്നിധിയിലേക്ക് അറിയിക്കുമ്പോൾ, സാമേ നിക്ക്, ഞാൻ നോക്കാം, 2 മാസം കഴിയുന്നിട്ട് ഞാൻ പരിഗണിക്കാം, നോക്കട്ടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ. Let me think about it. You come after 90 days. നീ ഒരു 90 ദിവസം കഴിഞ്ഞു വാ. Let me think about it. അങ്ങനല്ല യേശു മറുപടി പറയുന്നത്. യേശുവിന്റെ കാര്യം ഇങ്ങനെയാ. ആരംഭത്തിൽ തന്നെ അവസാനം അവൻ അറിയാവുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നിറവേറേണ്ടത്, നടക്കേണ്ടത് മുഴുവൻ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് എന്റെ യേശു എനിക്കായി നിശ്ചയിച്ചു. Jacob, you may be a wanderer in this wilderness. നീ ഒരു പഥികനായി, ഒരു യാത്രക്കാരനായി, ഒരു അലഞ്ഞു തിരിയുന്നവനായി ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കണ്ണിക്കണ്ട ഒരു സ്ഥലത്ത് ഒരു കല്ല് കിട്ടിയതെടുത്ത് തലേണയായി വെച്ച് കിടന്ന് ഉറങ്ങുന്ന അവസ്ഥയാകാം. പക്ഷേ it was destined by God for your life. നിനക്ക് വേണ്ടി ദൈവം കരുതിയ ഒരു സ്ഥലമായിരുന്നു അത്. It was a definite place for your life. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ രോഗം, ആ കടഭാരം, മറ്റുള്ളവരുടെ ഇടയിലുള്ളതായ സമ്മർദ്ദം, മുൻപോട്ട് പോകാൻ കഴിയാത്ത, പുറമേ കാണുമ്പോൾ seemingly everything is okay, പുറമേ കാണുമ്പോൾ ആയിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ്, there is a definite place God has for your life. നിങ്ങൾക്കായി ദൈവത്തിന്റെ പക്കൽ വ്യക്തമായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്ന് മുമ്പോട്ടുള്ള യാത്ര ഇനി ഒരിക്കലും പഴയതുപോലല്ല സംഭവിക്കാൻ പോകുന്നു. നോക്കിക്കേ, behold, heavens were opened. കാണുക, സ്വർഗ്ഗം തുറന്നിരിക്കുന്നു. And angels were coming down from heaven and were going up to heaven from there. ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്കും സ്വർഗ്ഗത്തിൽ ഭൂമിയിലേക്കും ഇറങ്ങി വരുന്ന ഒരു ദൂതന്മാർ. ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, സ്വർഗീയമായത് മുഴുവൻ താഴേക്ക് ഈ മനുഷ്യനിലേക്ക് കൊണ്ടു കൊടുക്കുന്നു. ഈ മനുഷ്യന്റെ ഇത് മുഴുവൻ വഹിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം a host of angels, ദൂതന്മാരുടെ ഒരു വലിയ സൈന്യം. It may be a wilderness. ഒരുപക്ഷെങ്കിൽ ഇത് മരുഭൂമിയാകാം. It may be the deep sea, ആഴമേറിയ കടലാകാം. It could be a fiery situation that you are going through. അഗ്നിശോധനയുടെ ആഴങ്ങളിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്നത്. Wherever it be and whatever it be, എന്തുമാകട്ടെ ഏതുമാകട്ടെ, if God opens the door, I promise you there will be a transference. ഒരു കൈമാറ്റം നടക്കും. എന്താണ് ആ കൈമാറ്റം? നീയും നീ വഹിച്ചത് മുഴുവൻ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. സ്വർഗ്യമായത് മുഴുവൻ എനിക്കും നിനക്കുമായി തരും. ആ ഡിവൈൻ ട്രാൻസ്ഫറൻസ്. Behold, I see the door opened in heaven. And what's happening? സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നാൽ എന്ത് സംഭവിക്കുന്നു? എന്റെ ഭാരം എന്റെ കർത്താവ് എടുക്കുന്നു. എന്റെ വിഷമതകൾ എന്റെ യേശു എടുക്കുന്നു. ഞാൻ തുറക്കേണ്ട വാതിലുകൾ ഞാൻ തുറക്കാൻ ശ്രമിച്ചു മടുത്തു. എന്റെ കൈക്ക് പകരം എന്റെ യേശുവിന്റെ കരം ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി വാതിൽ തുറക്കും. ഒന്ന് മാറി മറ്റൊന്നായി ആശുപത്രികൾ കയറി ഇറങ്ങി, ചികിത്സകൾ പലത് തേടി,
എല്ലാവരുടെയും വായിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ കിട്ടുന്നത്. ഇന്ന് പകൽ എല്ലാ നെഗറ്റീവ് റിപ്പോർട്ട്സും നമ്മുടെ പക്കൽ നിന്ന് വാരി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് യേശുവിന്റെ സൗഖ്യം നമുക്ക് തരുവാൻ സ്വർഗത്തിൽ നിനക്കാകുന്ന ഒരു വാതിൽ. ഈ പകൽ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, 2 കരങ്ങൾ ഉയർത്തി ഈ കോറസ് ചേർന്ന് പാടിക്ക്. യേശുവേ നീ എന്റെ പ്രാണനാഥൻ. ഇപ്പോൾ വന്നൊരു പ്രൈസ് റിപ്പോർട്ടോട് ഇടയ്ക്ക് പറയട്ടെ. ലീലാമ എറണാകുളം മകളുടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു. ജോലി ശരിയായി. ദൈവം എത്ര നല്ലവനാ. ചില വിഷയങ്ങൾക്ക് വേണ്ടി വേഗം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. മകൻ ജോലി ശ്രമിക്കുന്നു, ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മകൾക്ക് തലമുറയില്ല, 3 വർഷമായിട്ട് വിശേഷ പ്രാർത്ഥിക്കണം. മരുമകൾക്ക് സുഖപ്രസവം നടക്കേണ്ടത് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിൽ ഓരോ വ്യക്തിക്കായി അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ വെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായ വിടുതൽ ഓരോ വ്യക്തികളിലും ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ ഷാജു 1 വർഷമായി USA ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നു. മകൾക്ക് വിട്ടുമാറാത്ത ജലദോഷം. താവിനോട് ഒരുമിച്ച് വിഷയങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. താവെ മകന് ശ്രേഷ്ഠകരമായ ഒരു വഴി ആമേൻ ഈ നിമിഷം തന്നെ ഉണ്ടാകട്ടെ. താവെ പ്രിയ മകൾക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ജസ്റ്റിൻ വിളിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പനിയും ചുമയും ഭാരപ്പെടുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങളെ അലട്ടുന്ന എല്ലാ രോഗത്തിന്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടും മാറി ഒരു മേൽക്കുമൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. കൊട്ടാരക്കരയെന്ന് വിളിച്ചിരിക്കുന്നു. 4 ആൺമക്കളാണ്. അവരുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ ഇന്ന് പകൽക്കാലങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മൂത്ത പൈതൽ MBA പഠിക്കുന്നു, MCOM പഠിക്കുന്നു, BCOM പഠിക്കുന്നു, +2 പഠിക്കുന്നു. കർത്താവേ ഞങ്ങൾ 4 മക്കളെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. അവന്മേൽ വാതിലുകൾ തുറക്കപ്പെടട്ടെ, മുന്നോട്ടുള്ള വഴികൾ തുറന്നു വരട്ടെ. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിനെ പ്രയോജനപ്പെടട്ടെ. എന്റെ കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കൊച്ചുമോൾ വിളിച്ചിരിക്കുന്നു. എന്റെ ജോലി വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മകൾ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. ഇതിന് വേണ്ടുന്ന വഴികൾ വാതിൽ കർത്താവ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. പുതുപ്പള്ളി എന്ന് വിളിച്ചിരിക്കുന്നു. മക്കളിലെ തേയ്മാനം കർത്താവിനോട് ഒരുമിച്ച് അപ്പ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. എന്നെ അലട്ടുന്നതായ എല്ലാ പ്രയാസങ്ങൾ ഈ നിമിഷം തന്നെ വിട്ടുമാറട്ടെ. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് ഷെയറിൽ വിളിച്ചിരിക്കുന്നു. 4 മക്കൾക്കും ഭയങ്കര മുൻകോപമാണ്. അവരുടെ മുൻകോപം മാറുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതുപോലെ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ കുഞ്ഞുങ്ങളുടെ നല്ല ആഗ്രഹത്തെ അവിടെ നിന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുൻകോപം കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവസ്നേഹത്താൽ അവർ നിറയപ്പെടട്ടെ കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. 2 മുട്ടിനും വേദന, നീര്, കടഭാരം മാറണം. മകനൊരു ജോലി വേണം. കർത്താവേ ഞങ്ങൾ ഈ വിഷയങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുകയാണ്. പ്രിയ മകൾക്ക് ഈ നിമിഷം തന്നെ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. അവരെ അലട്ടുന്ന കടഭാരങ്ങൾ മാറട്ടെ. കർത്താവേ മകന് തക്കതായ ഒരു ജോലി യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. വാതിൽ തുറക്കപ്പെടട്ടെ. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളെ വിളിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് സന്തോഷം ഉണ്ടാകണം. നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കുടുംബത്തിനകത്ത് ദൈവിക സമാധാനം സന്തോഷം ഉണ്ടാകട്ടെ കർത്താവേ. കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി കൊടുത്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇടത്തെ ബ്രസ്റ്റിന് വേദനയും നീരും കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. മകളെ ആറ്റുന്ന എല്ലാ വേദന ഈ നിമിഷം വിട്ടുമാറട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവേ നല്ല കർത്താവേ. എന്റെ വചനത്തിന്റെ ശക്തി എന്റെ മകളുടെ മേൽ ക്രിയ ചെയ്തെടുക്കട്ടെ. കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. വസ്തുവിന്റെ കാര്യം പ്രാർത്ഥിച്ചപ്പോൾ തന്നെ തീരുമാനമായി.
ദൈവം എത്ര നല്ലവനാ. Glory to the Lord. രണ്ടാമത്തെ കാര്യം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം എഴുതിയിരിക്കുന്നത്, കം അപ്പ് ഹിയർ. ദീർഘനാളുകളായി ആയിരുന്ന പ്രതലത്തിൽ നിന്ന് ഉയർന്നൊരു പ്രതലത്തിലേക്ക് ചെല്ലുവാൻ ഒരു ക്ഷണം ദൈവത്തിന്റെ ആത്മാവ് നൽകുകയാണ്. എനിക്ക് ധാരാളമായി വിശദീകരിക്കുവാൻ നേരമില്ല. ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, there is a great invitation coming for your life. നിന്റെ ജീവിതത്തിനു വേണ്ടി ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ ക്ഷണമുണ്ട്. അതെന്തിനാ? കം അപ്പ് ഹിയർ, which means to go to a higher level. ഉയർന്ന ഒരു പ്രതലത്തിലേക്ക് പോകുവാൻ ഒരു ക്ഷണം ഇതാ കർത്താവിൽ നിന്ന് നമുക്ക് കടന്നു വരുന്നു. ചിലർക്ക് ഈ വാക്യം വായിക്കുമ്പോൾ പേടിയ, കം അപ്പ് ഹിയർ, ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ മരിച്ചങ്ങ് പോവുക എന്ന അർത്ഥം അല്ല. നമ്മൾ ആയിരിക്കുന്ന പ്രതലത്തിൽ നിന്ന് യേശുവിനോട് കൂടെ ഒരു ഉയർന്ന അനുഭവത്തിലേക്ക്. Yes. Come up here. Do you hear this invitation this afternoon? ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ ക്ഷണം എത്ര പേര് കേൾക്കുന്നുണ്ട്? അവരുടെ കരങ്ങൾ ഉയർത്തി പറ, yes Lord, I hear this invitation from you. Even this season of Passover, Lord, I hear this invitation from you. ഈ പാസ്ഓവർ സമയത്ത് ഞാൻ ഈ ക്ഷണം നിങ്ങൾ കേൾക്കുന്ന കർത്താവേ, come up here. ഉയർന്നൊരു തലത്തിലേക്ക് ചെല്ലുവാൻ. ഇത്രയും കാലം നീ ജീവിച്ചത് സ്വാഭാവിക തലത്തിലാണ്. And it's a desire of your Jesus. നിന്റെ യേശുവിന്റെ ഇഷ്ടമാണ് that you and I live in the supernatural level. അസാധാരണമായ നിലവാരത്തിൽ നാം ജീവിക്കുക എന്നുള്ളത് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഇഷ്ടമാണ്. A level where God wants each one of us to stand. നമ്മൾ ഓരോരുത്തരും നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രതലം. ഈ കഷ്ടപ്പാടും കെടുതികളും മാത്രമല്ല, യേശുവിൽ ഒരു ഉയർന്ന പ്രതലം. അത് മാത്രമല്ല, and I will show you things that will take place hereafter. ഇതിന് ശേഷം നടക്കേണ്ട കാര്യങ്ങളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. Seeing the things of supernatural. അസാധാരണമായ പ്രതലത്തിൽ ഉള്ള കാര്യങ്ങൾ കാണുക. എന്റെ മുമ്പിൽ സമയത്തിന് പരിമിതിയുണ്ട്, ധാരാളം പാഠങ്ങളോട് വിശദീകരിക്കുവാനുണ്ട്. നിർത്തട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ കൂടെ നിൽക്കുന്ന എന്റെ കുടുംബത്തോട്, പ്രിയപ്പെട്ടവരോട് പറയട്ടെ, you are going to see things that you have never seen. നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ ഇതുവരെയും കയറി നിന്നാട്ട ഉയരങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കയറ്റി നിർത്താൻ പോവുകയാണ്. നിങ്ങളും നിങ്ങളുടെ കുടുംബവും. പ്രിയമുള്ളവരെ, ചേർന്ന് മാർബോട് കരം വെച്ചുകൊണ്ട് ഉറക്കെ പറ, ഞാനും എന്റെ കുടുംബവും. യെസ്, ഒരിക്കൽ കൂടെ, ഞാനും എന്റെ കുടുംബവും. ഒരിക്കൽ കൂടെ, ഞാനും എന്റെ കുടുംബവും. ഇതുവരെ ഞങ്ങൾ കയറി നിന്ന സ്ഥലത്തല്ല ഇനി നിൽക്കാൻ പോകുന്നത്. ദൈവം ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കയറി നിൽക്കുന്ന ദിവസങ്ങളായത്. These days we will go to the place where God wants us to go. ഇനിയും ആ പിരിമുറുക്കം വേണ്ട. അതാണോ ശരി, ഇതാണോ ശരി എന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട. യേശുവിന്റെ ശബ്ദത്തിന് മുൻപാകെ വിശ്വാസത്തിന്റെ ഒരു പാത മുമ്പോട്ട് വയ്ക്കൂ. And would you say, Lord, here I am ready. കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി തയ്യാറാ. Take me, Lord, to the high places. യേശു തന്റെ ക്രൂശീകരണത്തിന്റെ സമീപം വരുമ്പോൾ, ഓർ ആ സമയമാകുന്നതിന് മുമ്പ്, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ബൈബിൾ പറയുന്നു, യേശു ഉയർന്നൊരു മലയിലേക്ക് പോയി. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്ന ദൂതതാ, go to the higher place. ഉയർന്ന സ്ഥലത്തേക്ക് പോവുക. ആ മലയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ Jesus revealed himself in the transfigured state, in his glorified body. ഉയർക്കപ്പെട്ട, മഹത്വീകരിക്കപ്പെട്ട ആ ശരീരത്തിൽ യേശു തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. Beloved, as you go up with Jesus,
Always we have great things that the Lord wants to show us. വലിയ കാര്യങ്ങൾ, നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശ്രേഷ്ഠമായ കാര്യങ്ങൾ ദൈവത്തിന് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരാനുണ്ട്. ക്രിസ്ത്യൻ, ആർ യു റെഡി? ആർ വി റെഡി? ചോദ്യം ഇതാ, നമ്മൾ തയ്യാറാണോ? ആര് പറയും? രണ്ട് കരം ഉയർത്തിക്കൊണ്ട് യേശുവേ, ഈ വാചകം ചേർന്ന് പാടിക്കൊണ്ട്, നീ എൻ സ്വന്തമല്ലോ, I'm ready, Lord. Lord, I'm ready to come up with you. Yes. I'm ready, Lord. Come on. Repeat after me. Jesus, I'm ready. Repeat after me. Jesus, I'm ready. എന്നോട് ചേർന്ന് ഏറ്റു പറഞ്ഞാൽ, യേശുവേ ഞാൻ തയ്യാറാണ്. യേശുവോടുകൂടെ ഉയർന്ന അനുഭവങ്ങളിൽ ജീവിക്കുവാൻ, യേശുവോടുകൂടെ ഉയർന്ന അനുഭവങ്ങൾ പ്രാപിക്കുവാൻ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഒരു നാമധേയ ക്രൈസ്തവ അനുഭവമല്ല, പകരം യേശുവോടുകൂടെ ഉയർന്ന അനുഭവങ്ങൾ, ആത്മാവിൽ ഉയർന്ന അനുഭവങ്ങൾ, supernatural interventions of God. യേശുവിന്റെ ആത്മാവ് ജീവിതത്തിലേക്ക് നേരിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ കരം പിടിച്ച് യേശുവോട് കൂടെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന ഒരു അനുഭവം. എന്റെ വീട്ടിൽ ആർക്കും ഇങ്ങനൊരു ആഗ്രഹമില്ല. എനിക്കത് വിഷമിക്കേണ്ട കാര്യമില്ല. എന്റെ കർത്താവ്, എനിക്കത് വേണം. ജീസസ് said, the violent takes the kingdom by force. ബലാൽക്കാരികൾ ബലാൽക്കാരെയാണ് ദൈവരാജ്യം അവകാശമാക്കുന്നു. വീട്ടിലുള്ള കൂട്ടത്തിലുള്ള മറ്റാരെയും ശ്രദ്ധിക്കേണ്ട. രണ്ട് കരം ഉയർത്തിക്കൊണ്ട് പറ, യേശുവേ, അങ്ങയോടൊപ്പം ഉയർന്ന അനുഭവങ്ങളിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിയുമെങ്കിൽ, ഞാനിവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ, കഴിയുമെങ്കിൽ ആ സ്ഥലത്ത് എഴുന്നേറ്റ്, കഴിയുമെങ്കിൽ ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട്, യേശുവേ, ഈ പെസഹയുടെ നാളിൽ അങ്ങയോടൊപ്പം ഉയർന്ന അനുഭവങ്ങളിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I hear the Lord speaking to me very clearly. ദൈവത്തിന്റെ ആത്മാവിനോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. The God is lifting your life. യേശു നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുന്നു. And Jesus is opening doors for your life. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി യേശു വാതിലുകൾ തുറക്കുന്നു. And I promise you that your life will never be the same. പഴയതുപോലെ ആയിരിക്കില്ല നിന്റെ ജീവിതം ഇനി. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പഴയ നിയമത്തിൽ കാണുന്ന യാക്കോബ്, everyone in the Bible, they all had a divine shift in their life. ദൈവികമായ ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ they all moved from natural to supernatural level. സാധാരണ നിലവാരത്തിൽ നിന്ന് അസാധാരണമായ നിലവാരത്തിലേക്ക് അവർ മാറി. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഇന്റർവെൻഷൻ, ഒരു സ്വാധീനം, ഒരു ഇടപെടൽ അവരുടെ ജീവിതത്തിലുണ്ടായപ്പോൾ ബാഹ്യ കണ്ണുകളെ അടച്ച് ആ മുറിക്കകത്ത് എവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുവോ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറ, ഐ നീഡ് ലോർഡ് ദാറ്റ് ഡിവൈൻ ടച്ച്. ആ ദിവ്യമായ സ്പർശനം എനിക്ക് വേണം കർത്താവേ. ഐ നീഡ് ദാറ്റ് ഡിവൈൻ ടച്ച് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ആ ദിവ്യമായ സ്പർശനം എനിക്ക് വേണം. എന്റെ ജീവിതത്തിൽ ആ ദിവ്യമായ സ്പർശനം എനിക്ക് വേണം. Take me, Lord, to the high places. എന്നെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണമേ. Jesus, I am ready to walk with you. യേശുവേ, അങ്ങയോടുകൂടെ നടക്കുവാൻ ഞാൻ തയ്യാറാണ്. ജീസസ്, ഈ സന്ദർഭത്തിൽ അതൊന്ന് ഏറ്റുപാടുമോ? യേശുവേ, നീ എന്റെ സ്വന്തമാണ്. നാളെ പ്രഭാതത്തിലും
ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5 വരെയുള്ള ആരാധനയിൽ നമ്മൾ ഒന്നിച്ച് പങ്കെടുക്കുമ്പോൾ ആത്മാവിൽ ഉയർന്ന ഒരു അനുഭവത്തോടെ വേണം നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലാകുവാൻ. And I'm sure the Lord has great things in store to reveal to us. ദൈവത്തിന്റെ ആത്മാവിന് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തി തരുവാനുണ്ട് ഈ ദിവസങ്ങളിൽ. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ആവർത്തിച്ചെടുത്ത് വായിക്കണം. And make this commitment to the Lord. കർത്താവിനോട് ഇതൊരു ഉടമ്പടിയായി ചെയ്യണം. I am ready, Lord. I need you. ഞാൻ തയ്യാറാണ്, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. 2 കരങ്ങൾ ഉയർത്തി അത്യാവശ്യമുള്ള 2-3 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1,10,000 രൂപ അടയ്ക്കണം. സഹോദരി വിളിച്ചിരിക്കുന്നത് സെക്കൻഡ് ഇയർ പഠിക്കുന്ന മോൾക്ക് ഫീസായിട്ടാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്മയുടെ വഴികളെ വാതിലുകളെ കർത്താവ് തുറക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. 15 വയസ്സുള്ള കൊച്ചുമോൻ ഓട്ടിസത്തിനാൽ പ്രയാസപ്പെടുന്നു. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ട്രിവാൻഡ്രത്ത് അമ്പുജാക്കി കർത്താവ് ഞാൻ ഒന്നിച്ച് കർത്താവ് യുവാപ്പായതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ അവൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി തീരട്ടെ. ആ രോഗത്തിന് പരിപൂർണമായി വിടുതൽ അവൻ ഉണ്ടാകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. രാജപ്പൻ ദൈവിക സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഹോദരനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സൗഖ്യം ഇപ്പോൾ ഇറങ്ങട്ടെ. യേശുവിന്റെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണമേ. കർത്താവിന്റെ മദ്യപാന മാറണം. കുടുംബ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണമേ. സഹോദരൻ വിളിച്ചിരിക്കുന്നു. കർത്താവ് ഞാൻ ഒന്നിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കർത്താവ് മദ്യപാനം മാറുവാൻ, ദൈവിക സമാധാനം തമ്മിൽ പിടിക്കപ്പെടുവാൻ ഇടയാകുമാറാട്ടെ. കുടുംബത്തിന് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. സമാധാനത നിറയട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഇപ്പൊ വന്നൊരു ഫോൺ അസഹ്യമായ ചൊറിച്ചിൽ മാറേണ്ടത് ഞാൻ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരുന്നു. പ്രാർത്ഥിച്ച നിമിഷം അത് പൂർണ്ണമായി മാറി. ഷേർലി ഇടത്തുവായിൽ നിന്ന് ഇന്ന് ഞാൻ വ്യക്തമായി പറയട്ടെ, 10,000 വിടുതലുകൾ പരിശുദ്ധാത്മാവ് ജീവിതങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. Glory to the Lord. 2 കരങ്ങൾ ഉയർത്തി ഒരു പ്രാർത്ഥന. Take me higher, Lord. എന്നെ ആത്മാവിൽ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണമേ. ഈ പാസ് ഓവർ ദിവസങ്ങൾ ഞാൻ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളോട് ഫോണിൽ വിവരം അറിയിച്ച ധാരാളം ആളുകളുണ്ട്. ഉപവാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുന്നത്. ആഹാരം മാറ്റിവെച്ച് let this be the prayer, Lord, take me higher. Pastors, നമുക്കൊന്നിച്ച് കരങ്ങൾ ഉയർത്തി പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. ഈ ഹോളിനകത്ത് എന്നോടൊപ്പം നിൽക്കുന്ന ധാരാളം ദൈവമക്കൾ, ലോകരാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് ദൈവദാസന്മാർ, സഭകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. സഭ മുഴുവൻ, രാജ്യങ്ങൾ മുഴുവൻ, ജീവിതങ്ങളുടെ ഉള്ളിൽ മുഴുവൻ ഇത് മാത്രമായിരിക്കട്ടെ ആഗ്രഹം. കർത്താവേ, എന്നെ ആത്മാവിൽ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണമേ. എന്നെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണമേ. ടേക്ക് മീ ഹയർ ലോർഡ്. അന്യഭാഷകളാൽ നിറഞ്ഞവർ അന്യഭാഷകൾ അല്പനിമിഷങ്ങൾ കരങ്ങൾ ഉയർത്തി സംസാരിച്ചുകൊണ്ട് Glory to the Lord, glory to the Lord. Hallelujah. നിങ്ങളുടെ മുറിക്കകത്ത്, ആ ആശുപത്രിയിൽ, ആ ജോലി സ്ഥലത്ത്, ഇന്റർനെറ്റിലൂടെയാണ് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതെങ്കിൽ, ടിവിയിലൂടെ ആണെങ്കിൽ ആത്മാവിനാൽ നിറഞ്ഞവർ അന്യഭാഷ അടയാളത്തോടുകൂടി സംസാരിക്കുന്നവർ അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ സംസാരിച്ച് Lord, take me higher, Lord. 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 എന്നെ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകണമേ. ആത്മാവിൽ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണമേ. ആത്മാവിൽ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണമേ. I never want to be the same. ഇനി പഴയതുപോലെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Take me higher, Lord. Take me higher, Lord. Take me higher, Lord Jesus. Take me higher, Lord. Take me higher, Lord.
Take me higher, Lord. ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ. ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു കാര്യം പറയട്ടെ. That I experience the enveloping power of the Holy Spirit here. പരിശുദ്ധാത്മാവിനെ കടന്നു പിടിക്കുന്ന, കവർ ചെയ്യുന്ന, മൂടുന്ന ദൈവ സാന്നിധ്യം. ഓ ഹല്ലേലൂയ. നിങ്ങൾക്കായി ഇറങ്ങി വരുന്നു, നമ്മുടെ കുടുംബങ്ങൾക്കായി ഇറങ്ങി വരുന്നു, നമ്മുടെ ദേശങ്ങൾക്കായി ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. രാവും പകലും പോലുള്ള മാറ്റം പോലെ ദൈവത്തിന്റെ ആത്മാവ് ചില ഡിവിഷൻസ് നടത്തുന്നു, വ്യക്തമായ വിഭജനങ്ങൾ ഉണ്ടാകുന്നു. Yes, glory. പരിശുദ്ധാത്മാവിൽ ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ ആലോചന ഞാൻ അറിയിക്കട്ടെ. Glory to the Lord, glory to the Lord, glory to the Lord, glory to the Lord. The Spirit of God is giving you a divine shift. പരിശുദ്ധാത്മാവ് ആത്മീയമായ ഒരു മാറ്റം നിങ്ങൾക്ക് തരുന്നു. A divine shift is taking place. ഇപ്പോൾ തന്നെ മാറ്റം സംഭവിക്കുന്നു, ഇപ്പോൾ തന്നെ മാറ്റം സംഭവിക്കുന്നു, ഇപ്പോൾ തന്നെ വിടുതൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. Glory to the Lord, glory to the Lord. ഞാനും നീയും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്ന, കണ്ടിഷ്ടപ്പെടുന്ന ഒരു യേശു അല്ല നാം വിളിച്ചപേക്ഷിക്കുന്ന യേശു. എന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന യേശു, എന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന യേശു. ഈ പകൽ ചേർന്ന് യേശുവേ നീ ആരിലും വലിയവൻ, യേശു അങ്ങ് ആരിലും. Take me higher, Lord. Take me higher, Lord. Take me higher. Take me higher, Lord. Yes. പരിശുദ്ധാത്മാവിൽ ഞാൻ കേൾക്കുന്ന സന്ദേശം ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുക. നിന്റെ കരം വയ്ക്കുന്നുണ്ടോ അനുഗ്രഹിക്കപ്പെടും. ആരൊക്കെ നീ ശപിക്കപ്പെട്ട ജീവിതമാണെന്ന് പറഞ്ഞു പോകും. അധ്യാപകർ ശപിച്ച വ്യക്തിയാകാം, മാതാപിതാക്കൾ ശപിച്ച വ്യക്തിയാകാം, സുഹൃത്തുക്കൾ ശപിച്ച വ്യക്തിയാകാം, തലമുറകളായുള്ള ശാപങ്ങൾ പേറുന്ന വ്യക്തിയാകാം. അനാഥ മരണങ്ങൾ, കെടുതികൾ, നഷ്ടങ്ങൾ ജീവിതത്തിൽ മാറി മാറി കൂടപ്പിറപ്പ് പോലെ ഇങ്ങനെ നിൽക്കുന്ന ജീവിതമാകാം. എങ്ങും ഉറയ്ക്കാതെ പറന്നു നടക്കുന്ന ഒരു അനുഭവമാകാം. ഇന്ന് പകൽ മുതൽ യേശുവോട് ചേർന്ന് പറ, Lord, take me higher. യേശുവേ എന്നെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണമേ. And I'll tell you, ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് മുതൽ നീ കരം വെക്കുന്നിടം അനുഗ്രഹിക്കപ്പെടും. നിന്റെ അനുഭവങ്ങൾ മാറും. Yes, you are going to see things that you have not seen. നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ നിന്റെ കണ്ടുകൊണ്ട് കാണുക. ഞങ്ങളോടൊപ്പം ആരാധനകൾ ചേർന്നുകൊണ്ടിരിക്കുന്ന 10,000 ഞാൻ ഇങ്ങനെ പറയട്ടെ, നാം ദൈവത്തിന്റെ ആത്മാവിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ മഹത്വം പൗലോസ് ശ്ലീഹായിലൂടെ ദൈവത്തിന്റെ സഭയ്ക്ക് തന്നിരിക്കുന്ന ആ ദൂത് ഇങ്ങനെയാണ്. That we go from glory to glory. നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകും. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ ഉറക്കെ. Take me, Lord, to the higher place. Lord, take me to the high places. Take me, Lord, to the high places. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരുപക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലിൽ ആഴമേറിയ പാപബോധത്തോടെ കരഞ്ഞുകൊണ്ടാകാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ശരീരത്തിൽ വിവരിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടാ ഇപ്പോൾ തന്നെ നിങ്ങൾ ആയിരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അതറിയാം. യേശുവിന്റെ സന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് പറ, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. അവിടുന്ന് കാൽവരി ക്രൂശിൽ ഒഴുക്കിയ ആ പാപമില്ലാത്ത ചോര കൊണ്ട് എന്നെ കഴുകണം. അങ്ങയുടെ മകനാക്കി, അങ്ങയുടെ മകളാക്കി എന്നെ തീർക്കണം. എന്നെ ആത്മാവിൽ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണം. ഞാൻ പ്രാർത്ഥിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ലോകരാജ്യങ്ങളിൽ നിന്റെ സന്നിധിയിൽ കർത്താവേ, അങ്ങയുടെ ക്ഷണത്തിന്റെ മുൻപാകെ ആത്മാവിൽ ഉയർന്ന അനുഭവങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹത്തോടിരിക്കുന്ന ആ ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരെല്ലാവരും അനുഗ്രഹീതരാകട്ടെ. ഈ അടുത്ത മിനിറ്റുകളിൽ പരിശുദ്ധാത്മാവിൻ I pray, Lord, that divine intersection would take place in their life, Lord. അവർ പൊക്കൊണ്ടിരിക്കുന്ന റോഡിലേക്ക്, അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ അവിടുന്ന് നേരിട്ടിറങ്ങണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അത് സംഭവിക്കട്ടെ.
യേശുവിന്റെ നാമത്തിൽ പിതാവേ, നീ എത്ര നല്ല. നാളെ പ്രഭാതത്തിൽ നേരത്തെ തന്നെ എഴുന്നേറ്റ് അല്പനിമിഷങ്ങൾ ദൈവത്തിന്റെ വചനം വായിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവിന്റെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് പോകുവാൻ ഒരുക്കത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കണം. രാവിലെ 5:30 മുതൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനകൾ. ഈ ആരാധന 5:30 ഇവിടെ തുടങ്ങും. 6 മണി മുതൽ നമ്മൾ ഒന്നിച്ച് ടെലിവിഷനിലൂടെ നമ്മൾ ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം നമ്മൾക്ക് ഒന്നിച്ച് പ്രാർത്ഥനയിലും ആരാധനയിലുമായിരിക്കണം. ഒരൊറ്റ പ്രാർത്ഥന, ലോർഡ് ടേക്ക് മീ ഹയർ. എന്റെ കർത്താവേ, എന്നെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഹസ്ബൻഡ്സ്, വൈഫ്സ്, പേരൻസ് ലോകത്തിന്റെ അനേക രാജ്യങ്ങളിലുണ്ട്. അവർക്ക് ഇന്റർനെറ്റിലൂടെ harvesttv.in എന്ന് ലോഗിൻ ചെയ്താൽ തത്സമയം രാവിലെ 6 മുതൽ 7 വരെയും ഉച്ച കഴിഞ്ഞ് 3 മുതൽ 5 വരെയും തത്സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിനാൽ ഉയർന്ന അനുഭവങ്ങളിലേക്ക് പോകട്ടെ. അല്ല, തത്സമയം പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് YouTube/It'sOurTimeTV, YouTube/It'sOurTimeTV സ്ക്രീനിലെ വിവരങ്ങൾ വരുന്നുണ്ട്. 100 കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന്റെ മക്കൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നാളെ പ്രഭാതത്തിൽ നമ്മൾ വിളിച്ചു പറഞ്ഞ യേശുവിന്റെ മറുപടിയാണ്. എല്ലാം മറന്ന് 40 നിമിഷങ്ങൾ ഇമെയിൽ സൗകര്യമുള്ളവർ ഇമെയിലിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുമല്ലോ. ആ ദിവ്യമായ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ആ ദിവ്യമായ സൗഖ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓരോരുത്തരും യേശുവിന്റെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ. ദൈവകൃപയുടെ ശ്രേഷ്ഠത എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അടുത്ത മണിക്കൂറുകളിൽ പ്രഭാതത്തിൽ 6 മുതൽ നമ്മൾ ഒന്നിച്ച് കാണുന്നത് വരെയും സുഖകരമായ വിശ്രമം കർത്താവ് നമുക്ക് നൽകട്ടെ. ഉറങ്ങുന്നതിന് മുമ്പ് അല്പസമയം ദൈവത്തിന്റെ വചനം വായിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കണം. ഈ ഒരു സ്വപ്നം ജീവിതത്തിലുണ്ടാകണം. യേശുവോടുകൂടെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് പോകണം. ഈ ശുശ്രൂഷയുടെ DVD നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. Bless them. Bless them. Glory and power be unto the ancient of days. From every nation, all of creation, bow before the ancient of days. Every tongue in heaven and earth
clean nation. Oh, എല്ലാവരും കരങ്ങളെ തട്ടി